സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മേലെ പഫ് വരും, താഴെ അലാസ്റ്റിക് വരും. അലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് നമ്മൾ താഴ്ന്ന് മേലോട്ട് കയറ്റിയിട്ടാണ് അലാസ്റ്റിക് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫ്ലവർ ടൈപ്പ് അലാസ്റ്റിക് കണ്ടിട്ടുണ്ട് കൈൻ്റെ അറ്റത്ത്, അതിന്റെ കട്ടിങ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കഷ്ണം തുണി കിട്ടിയിട്ടുണ്ട്, അങ്ങനെ 4 മടക്കിയിട്ടെടുത്തത്. അപ്പൊ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തുണി എടുക്കുക, 4 മടക്കിയിടുക. 2 കൈയിന് വേണ്ടിയിട്ട് 4 മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഇഞ്ച് മേലെ ഇറക്കി മാറ്റി കൊടുക്കുക. ഇനി നമുക്കൊരു 14 ഇഞ്ച് കൈ, അപ്പൊ 14 ഇഞ്ച് കൈ 1/2 ഇഞ്ച് തുമ്പ് കൂട്ടിയിട്ട് 14 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് മടക്കിയടിക്കാൻ 1 ഇഞ്ച് തുമ്പ് ഇട്ട് കൊടുക്കുക. ഇനി 2 ഇഞ്ച് കയറ്റിയിട്ടാണ് അലാസ്റ്റിക്. അതിന് മാർക്കിങ് ശ്രദ്ധിക്കുക. 14 ഇഞ്ച് കൈയിന്റെ ഇറക്കം, 1/2 ഇഞ്ച് നമുക്ക് മടക്കിയടിക്കാൻ 2 ഇഞ്ച് അലാസ്റ്റിക്കിന് കയറ്റിയിട്ട് 2 ഇഞ്ച് കയറ്റിയിട്ടാണ് അലാസ്റ്റിക് ഫിറ്റ് ചെയ്യുന്നത്. കൈയിന്റെ അടിഭാഗം ഫെയർ കൂടും. ഇനി അതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് മാർക്ക് ചെയ്യുക. ഇത് അലാസ്റ്റിക് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ കൈയിന്റെ എൻഡ്, ഇത് നമുക്ക് മടക്കിയടിക്കുന്നത് മുമ്പ്. ഇനി ഇവിടെ നമ്മൾ ഷേപ്പിംഗ് എടുക്കുന്നത്, അതൊരു 3 ഇഞ്ച് ഷേപ്പിംഗ് ആക്കി കൊടുക്കുക. അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏകദേശം റിഗാർഡ് വേണ്ടത് ഒരു 14 ഇഞ്ച് റിഗാർഡ്, 14 ഇഞ്ച് റിഗാർഡ് മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ബാക്കി ഉണ്ടെങ്കിൽ ഒരു 3-3.5 ഇഞ്ച് വേണം. അത് നമുക്കിവിടെ പഫ് കൊടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് താഴെ ലൂസ്, ഇവിടെ മാക്സിമം ലൂസ് താഴെ ഇട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ അളവ് നോക്കുക. ഇവിടെ നമുക്ക് 8 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ റിഗാർഡ് 14 ഇഞ്ച് റിഗാർഡ്, അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് നമുക്ക് ഇവിടെ ഫ്ലോപ്പ്. ഇനി ഇതിനെ ഒന്ന് റിഗാർഡിന്റെ അടുത്തോട്ട് സ്ട്രേറ്റ് ആയിട്ട് വെച്ചെടുക്കുക. ഇവിടെ നിന്ന് ചെറിയത് റൗണ്ടിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മളെ കൈയിന്റെ അറ്റം മാർക്കിലോട്ട് ഷേപ്പായിട്ട് തന്നെ കൊടുക്കുക. മുട്ട് ലൂസ് അളവൊന്ന് നോക്കാനുണ്ട്. മുട്ട് ലൂസ് എടുക്കുക. മുട്ട് ലൂസ് ഒരു 12 ഇഞ്ച് അത് കൊടുക്കുക. ഇനി നമ്മൾ അലാസ്റ്റിക്കിന് ലൂസിലിട്ട് അവിടെ നിന്നിട്ട് മുട്ട് വരെ ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കുക. അവിടുന്ന് റിഗാറിന്റെ അടുത്തോട്ട് നേരെ ചിരിച്ച് അവിടേക്ക് ഷേപ്പായിട്ട് കൊടുക്കുക. അപ്പൊ മേലെ പഫ്, താഴെ അലാസ്റ്റിക് 2 ഇഞ്ച് കയറ്റിയിട്ട് ഫ്ലവർ ടൈപ്പില് ആ സ്ലീവിന്റെ മാർക്കിംഗ് ആണ് കഴിഞ്ഞത്. ഇനി ഇതിന്റെ കട്ടിങ് ശ്രദ്ധിക്കുക. താഴെ മടക്കിയെടുക്കാനുള്ള ചുണ്ട് കൂട്ടിയിട്ട് മടക്കിയെടുക്കുക. ഇനി നമ്മൾ അവിടുന്ന് സൈഡിലോട്ട് സൈഡില് അടിക്കാനായിട്ട് കൂട്ടിയിട്ട് മാക്സിമം കിട്ടുന്നത് 1 ഇഞ്ച് തുമ്പ് വേണം, കുറച്ച് തുമ്പ് കുറവാണ് മാക്സിമം. ഈ നമ്മൾ താഴെ മടക്കി അടിക്കാനില്ല, അടുത്ത് 2 ഇഞ്ച് കയറ്റിയിട്ട് അലാസ്റ്റിക് ഫിറ്റ് ചെയ്യാനില്ല. ഈ നമ്മൾ നേരെ 1 ഇഞ്ച് ടച്ച് ഇനി റിഗാർഡിലോട്ട്. അപ്പൊ ഇതാണ് താഴെ അലാസ്റ്റിക് കുറച്ച് കയറ്റിയിട്ട് വന്നിട്ടുള്ള ഫ്ലവർ ടൈപ്പ്. ഇത് ഇങ്ങനെ അലാസ്റ്റിക് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ഭാഗം ഇവിടെ പോലെ ഫ്ലവർ ആയിട്ട് കിട്ടും. ഇവിടെ പഫും വന്ന് ഇവിടെ അലാസ്റ്റിക്കിന്റെ ഫ്ലവർ ടൈപ്പ് ഇത്തരം കട്ടിങ് മനസ്സിലായി തോന്നുന്നു. ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.